ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ജിയാങ്സു പ്രൊവിൻസിലെ യാങ്ജോ എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ യാങ്ജോ പോളിടെക്നിക് കോളേജിലോട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡൻറ്റിന് ചൈനീസ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഇവിടെ യാങ്ജോ പോളിടെക്നിക് കോളേജിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ 1 ഇയർ ലാംഗ്വേജ് കോഴ്സാണ് വരുന്നത്. 1 ഇയർ ലാംഗ്വേജ് കോഴ്സ് പ്രോഗ്രാമിന് ഏകദേശം ഒരു 6000 RMB ആണ് വരുന്നത് 1 ഇയറിന്. അതായത് ഇതാണ് ചൈനയിലത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു കോളേജ് വരുന്നത്. 1 ഇയർ പ്രോഗ്രാം 1500 RMB ആണ് ഇവിടുത്തെ അക്കോമഡേഷനും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഫുൾ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു ചൈനയിലോട്ട് വന്നത്, കാരണം നമ്മളൊന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമുക്ക് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് വരുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹൈദർ അലി എന്നാണ്. ഞാൻ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. പിന്നെ യൂട്യൂബിലൂടെയാണ് എനിക്ക് നമ്മുടെ ബ്രോ നിതിൽ കുമാറിനെ പരിചയപ്പെടുന്നത്. ചൈനയുടെ ഒരു വ്ളോഗറും കൂടിയാണ്. നല്ലൊരു ഹെൽപ്ഫുള്ളായ ഒരു വീഡിയോ കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് കൺട്രി ഞാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ നമുക്കൊക്കെ നമ്മുടെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ എക്കണോമിക്കലി, അതിനൊക്കെ ഏറ്റവും മുകളിലായിരുന്നു. വലിയ ബജറ്റുകളായിരുന്നു മറ്റു ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു നിതിൻ കുമാർ എന്ന ഈ ഒരു ബ്രോയെ പരിചയപ്പെടാൻ പറ്റി, യൂട്യൂബിലൂടെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ നമുക്കൊരു എല്ലാത്തിനേക്കുമുള്ളൊരു സ്റ്റെപ്പ് ദ ഡോർ എന്ന് പറയുന്നത് ലാംഗ്വേജ് പഠിക്കുക എന്നതാണ്. കാരണം ഇവരുടെ ഏറ്റവും ഒരു പ്രത്യേകത, ഇവരെല്ലാവരും ഒരു എന്താ പറയുക, ഒരു യുണൈറ്റിയാണ്. ഈ ലാംഗ്വേജിൻ്റെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മൾ മറ്റു രാജ്യങ്ങളെപ്പോലെ ഒരു ഇംഗ്ലീഷിനൊരു പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സംഭവം തന്നെ ഇവിടെ ഇല്ല. ഇവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. അവരുടെ ട്രഡീഷണൽ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ, അവരുടെ ഭാഷ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ അവരുടെ ഭാഷ നമ്മൾ പഠിച്ചാലേ നമുക്കിവിടെ എന്തെങ്കിലും ഒരു വില കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു വർഷത്തെ ലാംഗ്വേജ് പ്രോഗ്രാമിന് യാങ്ജോ പോളിടെക്നിക് കോളേജിൽ ഞാൻ അഡ്മിഷന് വേണ്ടി നമ്മുടെ ബ്രോ നിതിൻ കുമാറുമായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തത്. സന്തോഷം, എനിക്കിപ്പോൾ അഡ്മിഷൻ കിട്ടി. ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾക്ക് പ്രൊസീജിയർ എപ്പോൾ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? പ്രൊസീജിയറിൽ എങ്ങനെയൊക്കെയായിരുന്നു അനുഭവപ്പെട്ടതെന്ന് പറയാമോ? എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസംബർ പകുതിയോടെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇതിനു വേണ്ടിയിട്ടുള്ള എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഞാൻ കൈമാറി. അങ്ങനെ അതുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇന്റർവ്യൂ ഡിസംബർ ലാസ്റ്റോട് കൂടി ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഫിക്സ്ഡ് ടൈമിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ജനുവരി 1 ന്യൂ ഇയറിലാണ് എനിക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടിയത്. അതായത് പിന്നെ അഡ്മിഷൻ നോട്ടീസ് അവർ ഇഷ്യൂ ചെയ്തു. പിന്നെ അങ്ങനെ ഫെബ്രുവരി 20 കൂടി ഇവിടെ എത്തിച്ചേരണമെന്നായിരുന്നു അഡ്മിഷൻ ലെറ്ററിൽ മെൻഷൻ ചെയ്തിരുന്നത്. പക്ഷേ ഞാനിവിടെ ദുബായിൽ ഡ്യൂട്ടിയിലായതുകൊണ്ട് പിന്നെ ഞാൻ സമയം നീട്ടിക്കിട്ടാൻ വേണ്ടി ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അങ്ങനെ അവർ എക്സ്റ്റൻഷൻ ലെറ്റർ തന്നു. പിന്നെ എല്ലാം JW ഇവിടുത്തെ പിന്നെ നമ്മൾ എല്ലാവരും കൺഫേമായി എന്നതിന്റെ ഒരു കീ നോട്ടാണ് അല്ലെ JW. കാരണം JW 202 ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു വിസക്കുള്ള ഒരു പിന്നെ ഏറ്റവും വലിയ ഒരു കരട് എന്ന് പറയുന്നത് JW ആണ്. അതും എനിക്ക് കിട്ടി. പിന്നെ അതിന് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നല്ലേ. അതായത് കേരളത്തിൽ നിന്നുള്ളവർക്ക് ഡൽഹിയിലോട്ടും, തമിഴ്നാടൊക്കെ ഡൽഹിയാണ്, കർണാടക ഉള്ളവർക്ക് മുംബൈയിൽ വരുന്നുണ്ട് VFS വരുന്നത്. അപ്പോ ഈ ചൈനീസ് എംബസിയിൽ നമുക്ക് പോകണം. നമ്മുടെ വിസന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മറ്റു കൂട്ടുകാരോട് പറയാനുള്ളത്, നമുക്കിതുപോലെയുള്ള ഇപ്പം നിതിൽ ബ്രോ ചെയ്തതുപോലെ മുമ്പരെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. മുമ്പർക്ക് പേഴ്സണൽ വ്ളോഗൊക്കെ ഉണ്ട്, പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള പേഴ്സണൽ ഗൈഡ് നമുക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ, എല്ലാം കൊണ്ടും ബെറ്റർ. കാരണം നമ്മൾ ഏജൻസി ത്രൂ ആകുമ്പോൾ ഞാൻ പല കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി പല ഏജൻസികളെയും നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് ബെനിഫിറ്റ് കിട്ടുക എന്നതായിരിക്കും അവരുടെ മെയിൻ ടാർഗറ്റ്. പക്ഷെ ഇങ്ങനൊരു ചില ആൾക്കാർ നമ്മൾക്ക് വേണ്ടി അവരുടെ ടൈമും അവരുടെ എല്ലാ കാര്യങ്ങളും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെ വളരെ അപൂർവമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ വേറെ വിദൂരത്തുള്ള ഏകദേശം 19 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്തിട്ട് പോകണം നിതിൽ ബ്രോയുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ. അവിടുന്ന് ട്രെയിനിൽ വന്നു, ഇവിടെ ഒരു ദിവസം റൂം എടുത്തു, 2 ദിവസം എൻ്റെ കൂടെ സമയം ചെലവഴിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ബ്രോ ഇവിടുന്ന് മടങ്ങുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നമുക്കൊരു ഗൈഡ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഇനിയും അവസരം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഏതായാലും നിങ്ങളും പഠിക്കാൻ ആഗ്രഹമുള്ളവർ ചൈനീസ് ലാംഗ്വേജിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും ഡിഫിക്കൽട്ടായ ലാംഗ്വേജ് ആയിരിക്കാം, പക്ഷേ എന്നാലും മറ്റു ഭാഷകളുടേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതും ഒരുപക്ഷേ ഈ ലാംഗ്വേജിന് തന്നെ ആയിരിക്കാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും നമുക്കിവിടെയുണ്ട്. അതുകൊണ്ട് പരമാവധി എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ, അതുപോലെ നമ്മുടെ ഈ ചാനൽ കാണുന്നവരൊക്കെ പരമാവധി നിതിൻ ബ്രോയെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഒരു ഭാവി ആശംസിക്കുന്നു. അതെ, നമുക്ക് ചൈനീസ് ലാംഗ്വേജ് കഴിഞ്ഞിട്ട് ഇക്കടെ അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലുള്ളത്? ആദ്യം ചൈനീസ് ലാംഗ്വേജ്, കാരണം ഞാനൊരു ഒരു പോളിഗ്ലോട്ട്, അതായത് ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാഷ എൻ്റെ ഒരു പാഷനാണ്. അറബിക് ട്യൂട്ടർ ആയിരുന്നു അവിടെ. അപ്പൊ അറബിക്കും ലാംഗ്വേജും ഉറുദുവിലും ഞാൻ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഏകദേശം ഒരു 5-6 വർഷം മുമ്പ് ഉറുദു ഭാഷ പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ 2 വീക്സ് മഹാരാഷ്ട്രയിൽ പോയിരുന്നു. അപ്പൊ അങ്ങനെ ഉറുദു ഭാഷയിൽ ഞാൻ ഡിപ്ലോമ എടുത്തു. പിന്നെ ഹിന്ദിയും ഉറുദും ഏകദേശം ഒരു സാമ്യമുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു വെക്കും. പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ ഞാൻ പഠിക്കാൻ ആഗ്രഹമുള്ളത് പോലെ തന്നെ ചൈനീസ് ഒരു ലോക ഭാഷ, മാത്രമല്ല UNOയുടെ ഔദ്യോഗിക 6 ഭാഷയിൽപ്പെട്ട ഒരു ഭാഷയാണ് ചൈനീസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ സ്വദേശികൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നാറ്റീവ് സ്പീക്കേഴ്സ് ഉള്ളതും ഈ ചൈനീസ് ലാംഗ്വേജിലാണ്. അപ്പോൾ എന്തുകൊണ്ടും ചൈനീസ് ഭാഷ എല്ലാ ഭാഷയേക്കാളും ഒരു മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉള്ളത് കൊണ്ടും ഞാൻ എന്തായാലും അതിനു വേണ്ടിയാണ് ചൂസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലൈമാറ്റും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ എനിക്ക് ഇനിയുള്ള എൻ്റെ സിൻസ് ടുമോറോ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എനിക്കതൊക്കെ ഒത്തുവരികയാണെങ്കിൽ ഇവിടെ തന്നെ നല്ലൊരു മാസ്റ്റർ ഡിഗ്രി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓൾറെഡി 2 മാസ്റ്റർ ഡിഗ്രി എനിക്ക് ഉണ്ടെങ്കിലും ഞാൻ ചൈനയിൽ നിന്നൊരു മാസ്റ്റർ ഡിഗ്രി ചെയ്യുക എന്നത് ഒരു മനസ്സിൽ ഇന്ന് രാവിലെ മുട്ടിട്ട ഒരു ആഗ്രഹമാണ്. എന്തായിരിക്കും ഭാവി എന്നറിയില്ല. ഏതായാലും ഇനി ഇങ്ങനെ ചൈനയിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഒരുപാട് ആശംസകൾ നേരാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു അവസരം മുതലെടുക്കുക. നമ്മുടെ രാജ്യത്തെ കുറവാക്കി പറയുകയൊന്നുമല്ല. നമുക്ക് അവസരങ്ങൾ ഫോറിനിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഭാഷയും നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിൽ എത്ര ഹൈ റാങ്ക് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും നമ്മൾക്ക് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കിട്ടും, ശരി തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ കൾച്ചറെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ നമ്മൾ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ മറ്റു പല ഭാഷകൾ സംസാരിക്കുന്ന കൂട്ടുകാരെയും എല്ലാവരെയും കിട്ടും. നമ്മളൊരു പുതിയ ലോകത്തെ പരിചയപ്പെടുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു ഗ്രോത്താണ്. എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള റെസ്പോൺസ് കേട്ടു എന്ന് വിചാരിക്കുന്നു. കേട്ട് കഴിഞ്ഞാൽ ചൈനയിലോട്ട് ഇതേപോലെ പല കോഴ്സുകളും അവൈലബിൾ ആണ്. ചൈനീസ് ലാംഗ്വേജ് പ്രോഗ്രാം ഉൾപ്പെടെ ബാച്ചിലർ പ്രോഗ്രാം, അതേപോലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം, അങ്ങനെ ഒരുവിധം എല്ലാ കോഴ്സും അവൈലബിൾ ആണ് ചൈനയിലോട്ട് പഠിക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സമയം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ ഒരു ഫെബ്രുവരി വരെയാണ് സ്കോളർഷിപ്പ് പ്രോഗ്രാമിൻ്റെ, അതായത് സെപ്റ്റംബർ ഇൻടേക്കിലോട്ടുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഒരു ടൈം ലിമിറ്റ് വരുന്നത്. ആ സമയത്താണ് നമ്മൾ സ്കോളർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി സ്കോളർഷിപ്പ് വേണ്ട, സെൽഫ് ഫണ്ടഡ് ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ, അതായത് ചൈനീസ് പ്രോഗ്രാമൊക്കെ സെൽഫ് ഫണ്ടഡ് ആണ് വരുന്നത്. അതിന് നമുക്ക് 2 ഇൻടേക്കാണ് വരുന്നത്. മാർച്ച് ഇൻടേക്കും വരുന്നുണ്ട്, സെപ്റ്റംബർ ഇൻടേക്കും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് ഏകദേശം ഒരു മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് സ്കോളർഷിപ്പിൻ്റെ പോർട്ടൽ മൊത്തം ക്ലോസ് ആവും. ഇനി സ്കോളർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്കോളർഷിപ്പ് ഇവിടെ വരുന്നത് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, PhD ഇതിനൊക്കെ ട്യൂഷൻ ഫീസ് ഫ്രീ ആണ്, അക്കോമഡേഷൻ ഫ്രീ ആണ്, മന്ത്ലി സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഒരു ക്രൈറ്റീരിയ ആണ്, ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിയുന്നത്. പിന്നെ മെഡിക്കൽ സെക്ടറിൽ സ്കോളർഷിപ്പ് ബാച്ചിലേഴ്സിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ചൈനീസ് ലാംഗ്വേജിൽ പഠിക്കേണ്ടി വരും. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പഠിക്കേണ്ടതെങ്കിൽ മെഡിക്കൽ സെക്ടറിൽ സ്കോളർഷിപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കുറേ പേര് പറയുന്നുണ്ട് നഴ്സിംഗ് ഒക്കെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ അന്വേഷിച്ചിടത്തോളം, നമ്മൾ ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റിയും ചെയ്യുന്നതാണ്, അന്വേഷിച്ചിടത്തോളം അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് മാത്രമാണ് വേവ് ഓഫ് ഉള്ളത്, അതായത് പാർഷ്യൽ സ്കോളർഷിപ്പാണ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത്. പിന്നെ MBBS പഠിക്കാനൊക്കെ ഓപ്ഷൻസ് വരുന്നുണ്ട്. കൂടുതൽ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഹൈദർ ബ്രദറിന് നമുക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ ചൈന. Thank you. Okay, thank you.